സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം മെയ് 23-ന്. SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗമാണ് ശനിയാഴ്ച പോലീസ് ആസ്ഥാനത്ത് നടക്കുക. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യത്തെ ഉന്നതതല യോഗമാണിത്. യോഗത്തിൽ രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും. അതേസമയം മുൻ DGP A. ഹേമചന്ദ്രൻ പോലീസ് ഉപദേഷ്ടാവാകും. പെരിയ ഇരട്ടക്കൊലക്കേസിൽ 5 പ്രതികൾ പുറത്തിറങ്ങി. പെരിയ ഇരട്ടക്കൊലക്കേസിൽ പ്രതികൾക്ക് കൂട്ടപ്പരോൾ. 1-ാം പ്രതിയായ പീതാംബരൻ, 4-ാം പ്രതി അനിൽ, 5-ാം പ്രതി ഗിജിൻ, 7-ാം പ്രതി അശ്വിൻ, 15-ാം പ്രതി സുരേന്ദ്രൻ എന്നിവർക്കാണ് പരോൾ ലഭിച്ചത്. 5 പ്രതികളും പുറത്തിറങ്ങി. 2-ാം പ്രതി സജി, 3-ാം പ്രതി സുരേഷ്, 6-ാം പ്രതി ശ്രീരാഗ്, 8-ാം പ്രതി സുഭീഷ്, 10-ാം പ്രതി രഞ്ജിത്ത് എന്നിവർ അടുത്ത ദിവസങ്ങളിൽ ജയിലിൽ നിന്നിറങ്ങും. 15 ദിവസത്തേക്കാണ് പരോൾ അനുവദിച്ചിരിക്കുന്നത്. LDF സർക്കാർ അധികാരമൊഴിയുന്നതിന് മുമ്പാണ് എല്ലാ പ്രതികൾക്കും പരോളിനുള്ള നടപടികൾ പൂർത്തിയാക്കിയത്. എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചാണ് പ്രതികൾക്ക് പരോൾ നൽകിയതെന്നും LDF സർക്കാർ ക്രിമിനലുകൾക്ക് ഒത്താശ ചെയ്യുകയായിരുന്നുവെന്നും കൊല്ലപ്പെട്ട ശരത് ലാലിന്റെ പിതാവ് സത്യനാരായണൻ കുറ്റപ്പെടുത്തി. മാവേലിക്കരയിൽ വാഹനാപകടത്തിൽ യുവതിക്ക് ദാരുണാന്ത്യം. അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ച സ്കൂട്ടർ യാത്രക്കാരിയായ യുവതിക്ക് ദാരുണാന്ത്യം. ഇന്ന് വൈകിട്ട് വെട്ടിയാർ ഇരട്ടപ്പള്ളിക്കൂടത്തിന് സമീപമാണ് അപകടമുണ്ടായത്. വെട്ടിയാർ പായിക്കാട്ട് കിഴക്കതിൽ വിനോദിന്റെ ഭാര്യ സിന്ധു വിനോദാണ് മരിച്ചത്. ടിപ്പർ ലോറിയെ മറികടന്നെത്തിയ കാർ എതിർദിശയിൽ വരികയായിരുന്ന സന്ധ്യ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. സന്ധ്യ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന ബന്ധുവിന്റെ മകൾക്ക് കാലിന് ഗുരുതരമായി പരിക്കേറ്റു. കുട്ടിയെ നൂറിനാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുൻ DGP A. ഹേമചന്ദ്രൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പോലീസ് ഉപദേഷ്ടാവും. ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. 1986 ബാച്ചിലെ IPS ഉദ്യോഗസ്ഥനാണ് ഹേമചന്ദ്രൻ. 2020 മെയ്യിലാണ് ഫയർഫോഴ്സ് ആൻഡ് റെസ്ക്യൂ മേധാവിയായി വിരമിക്കുന്നത്. സോളാർ കേസ് അന്വേഷിച്ചത് ഹേമചന്ദ്രനായിരുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ നിയമ നടപടി സ്വീകരിക്കാനൊരുങ്ങി CPM കായംകുളം മുൻ MLA U. പ്രതിഭ. മാധ്യമങ്ങളിലൂടെ വെള്ളാപ്പള്ളി നടേശൻ തന്റെ മകനെ വ്യക്തിഹത്യ നടത്തുകയും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അപമാനിക്കുകയും ചെയ്തുവെന്നാണ് പ്രതിഭയുടെ പരാതി. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് U. പ്രതിഭ CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് കത്ത് നൽകി. എന്നാൽ പാർട്ടി ജില്ലാ നേതൃത്വം നിലവിൽ ഈ ആവശ്യത്തിന് അനുമതി നൽകിയിട്ടില്ല എന്നാണ് വിവരം.